മറ്റൊരാൾക്ക് എങ്ങനെയാ വേദന എടുക്കുന്നത്? അതിൽ വലിയ സീക്രട്ട് ഒന്നുമില്ല. ഈ ഇരട്ട കുട്ടികളിൽ ഒരാൾ നുള്ളി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേദനിക്കുന്ന കേട്ടിട്ടില്ലേ? ആ. അതുപോലെ എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. വി ഹാവ് ടു ഫിയർ ഇറ്റ് ഔട്ട്, അത്രേ ഉള്ളൂ. പക്ഷേ പ്രിയനും അനുജനും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ അല്ലല്ലോ, പിന്നെ എങ്ങനെയാ? എല്ലാം പറഞ്ഞ പിന്നെ അതിന്റെ സുഖം പോയില്ലേ. Call it a gift. Okay. എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ സുഹാനസിക്ക്? ഐ മീൻ എ റിയൽ ഹോട്ട് കോഫി. ഇവളെ പരിചയപ്പെടണമെന്ന് അങ്ങേര് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചത്. ഇത് പ്രേതത്തെ പിടിക്കാനൊന്നുമല്ല, പിന്നെ ഇത് മറ്റേത് തന്നെയാ. ആ മൊട്ടത്തലയും മോന്തയും കണ്ട് അറിഞ്ഞൂടെ കോഴിയാണ് വരുന്നുണ്ട്. ആരും മൈൻഡിയല്ല. ആ ഞങ്ങൾ അകത്തുണ്ടേ. റൂം ലോക്ക്ഡ് അല്ലല്ലോ? ഓ പൂട്ടിയിടായിരുന്നു. അല്ല, 2 കോഫി അകത്തേക്ക്. എൻ്റെ അച്ഛനോട് I'll just be back. ആ സ്പാനിഷ് പ്ലേ ഒത്തിരിപ്പുണ്ട്. ആ തണ്ടിക്ക് പുറത്തിരുന്ന് കാപ്പി പിടിച്ച് ഇറങ്ങില്ലേ? മെന്റലിസ്റ്റ് ആവാൻ വല്ല വഴിയുണ്ടോടാ? എൻ്റെ 6 മാസത്തെ പണി അവൻ 5 മിനിറ്റ് കൊണ്ട് വളച്ചെടുത്തു പോണു. ഏയ് Sorry. There's something really special about your eyes. You know that? ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? Can I take one pic? No. Later. No. 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 ഏയ് അവിടെ പോയിരിക്കും. ഏയ് ചിരിക്കേ. ഒന്നും അറിയാത്ത കുട്ടിയാവും. നിനക്കൊരു ടെൻഷൻ ഇല്ലടാ. പിന്നെ എന്റെ കുഞ്ഞമ്മടെ മോളല്ലേ നോക്കണ്ട. അവന്റെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ലല്ലോ. അവളോട് പഞ്ഞി കിട്ടാ. നാളെ വീട്ടിൽ വരില്ലേ? വീട്ടിലാ. I'll try. ട്രൈ ചെയ്താൽ പോരെ. You must come. Okay? Bye. Bye. ടച്ചിങ്സ്. Bye. ഓ ബൈ. എന്ത്? അവളുടെ മേത്താരുടെ ബാധ കൂടിയതല്ലേ? ഈ ബാധ എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ പറ്റിക്കാനുള്ള ചിലരുടെ നമ്പറല്ല. ഷീസ് പെർഫെക്റ്റ്ലി നോർമൽ. പാവം കുട്ടിയില്ലേ, വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരാളുണ്ട്. സുഹാനസ് അല്ലെങ്കിൽ പിന്നെ അതാരാ? അതിന് ഞങ്ങളോട് ഇത്ര ദേഷ്യം എന്താ? വാട്ട്സ് ദ സൊല്യൂഷൻ? I don't know. I'll try.
ജോണേ, ഈ കൊളസ്ട്രോൾ അങ്ങ് പിടിവിടുന്നില്ലടാവേ. മെഡിറ്റേഷൻ കൊണ്ട് വല്ല കുറവും ഉണ്ടാവോ? എനിക്ക് പിന്നെ ഉറക്കം കളഞ്ഞുള്ള നടത്തം രാവിലെ അങ്ങ് ഒഴിവാക്കാമായിരുന്നേ. പ്രാർത്ഥനയേക്കാൾ വലിയ മെഡിറ്റേഷൻ ഉണ്ടോ അച്ചു? ഈടായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലടാ. ഞാൻ നിന്നെ കണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഇരുന്നതാ. അച്ചു, ആ പിള്ളേർ നല്ലവരാണോ അച്ചു? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഈ റിസോർട്ട് വാങ്ങിച്ച പിന്നെയുള്ള പരിചയമുള്ളൂ എനിക്ക്. അതെത്ര മുമ്പ്? ഒരു കൊല്ലമായി കാണും. എന്താടാ? കുറെ നേരമല്ലോ നീ ഇതും പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഇന്ന് മുഴുവൻ ഞാൻ ഈ ക്യാമറയുടെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തെങ്കിലും പാരാനോർമൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്യും. ഹൈ സ്പീഡിൽ ചെക്ക് ചെയ്താൽ മതി. ആര് പറഞ്ഞു? യൂട്യൂബ്. ഓ അത്രേ ഉള്ളോ? ഞാൻ വീഴ്ച വേർന്നില്ല, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കും. അതൊക്കെ ചുമ്മാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലടാ, ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീഡിയോസ് കാണിച്ചുതരാം. ഈ കോഞ്ചറിംഗ് ഒക്കെ പണ്ട് അമേരിക്കയിൽ നടന്ന സംഭവമല്ലേ? അത് അമേരിക്കല്ലേ, ഇത് ഇന്ത്യ. പട്ടിണി പാവങ്ങളുടെ കൂട്ടിക്കൊടുക്കുക ഇന്ത്യ. ഓടാടും ബാത്റൂം ഡോർ ഓപ്പണായി, ലൈറ്റ് ഓണായി. ഇന്ന് മുഴുവൻ ഈ റൂം ലോക്ക്ഡായിരുന്നില്ലേ? ഇവിടെ എന്തുണ്ട്? എന്ത്? എനിക്കും ഫീലിംഗ് ഉണ്ട്. ആരാത്? എവിടെയാടാ? അതിൽ തുറന്നു, അടഞ്ഞു, ലൈറ്റ് ഓണായി അല്ലേ? ആപ്പിൾ വേണമെന്നോ? അല്ലടാ, ഓ വിളിച്ചതാണല്ലേ. അയ്യോട്ടോണേ, ഞാൻ എൻ്റെ അകത്തേക്കില്ല. അതല്ല, എൻ്റെ ലാപ്ടോപ്പ് തുറന്നാൽ സ്പാനിഷ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യും. ഇയാള് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിലൊരു പെൺകുട്ടിയുടെ പടമില്ലേ? എനിക്ക് എങ്ങനെ കുട്ടിയെ പരിചയം? ആരത്? മനുഷ്യനോട് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, അപ്പോഴേ ഒരു ഫോട്ടോ. ഈ മുഖം ആരുടെയാണെന്ന് എനിക്കും അറിയില്ല. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മുറിയിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാനിന്ന് രാവിലെ വരെ ട്രൈ ചെയ്യായിരുന്നു. എനിക്ക് പറ്റുന്നില്ല. സോ യു ഗൈസ് ഹാവ് ടു ഹെൽപ്പ് മീ. സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഗോഡ് പ്രോമിസ്. ഞങ്ങൾ നുണയാണോ പറയുന്നതെന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ബായ്? നിങ്ങൾ വലിയ മെന്റലിസ്റ്റും മൈൻഡ് റീഡറും ഒക്കെ അല്ലേ? ഡെന്നിക്ക് ഭാര്യയായിട്ടല്ലാതെ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? എവിടുന്ന് കിട്ടാനാ? ഭാര്യയായിട്ട് എന്നെ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പ്രിയൻ, എനിക്കും എൻ്റെ ഭാര്യയായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഒരിക്കൽ റെഡ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ട്. എപ്പോ? അല്ല, പോയിന്നുള്ളൂ. അവിടെ ചെന്നപ്പോ അച്ഛനുണ്ടായിരുന്നു അവിടെ? അല്ല, അച്ഛനെ ഓർത്തപ്പോ ഇറങ്ങിപ്പോന്നു. ഷിബുവിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടി. കോളേജ് തൊട്ട് ഇങ്ങനെയാ. ഇവനെ ആരെ പ്രേമിച്ചാലും കരക്കാർ കെട്ടിക്കൊണ്ട് പോകും. ഇവനിങ്ങനെ ഇരിക്കും, പഴം പോലെ. ഷിബു പറയണം. ഐ എം സ്റ്റിൽ എ വെർജിൻ. അപ്പൊ നിന്റെ സണ്ണി ലിയോണിനെ പോലുള്ള അമേരിക്കൻ ഗേൾ ഫ്രണ്ടോ? അതെന്റെ ഓരോ ആഗ്രഹങ്ങളല്ലേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നടക്കുമായിരിക്കും. ഏയ് നോക്കട്ടെ. ഓ നൈസ് വാച്ച്. ഗിഫ്റ്റ്? ഏയ് ഗിഫ്റ്റ് പോലെ.